നമുക്ക് ചെന്നൈ മുംബൈയും തമ്മിലുള്ള ഡ്രീം 11 ടീം ഇടാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടീം സെറ്റ് ചെയ്യണം. ടീം നമുക്ക് നോക്കാം. ചെന്നൈ മുംബൈ ക്ലാസിക്കോ കളിയായിരിക്കും. ഇതിനകത്ത് നമുക്ക് പതിരാന എടുക്കാം. പതിരാന എറിയും. ബുംറ രണ്ടുപേരും ടീമിൽ വേണം. ജഡേജ ഓൾറൗണ്ടറാണ്, ജഡേജനെ എടുക്കാം. പിന്നെ രവീന്ദ്ര അശ്വിൻ അപ്പം ബോളിങ് ചെയ്യും. ബോളിങ് ഇടയ്ക്ക് ചെയ്യാറുണ്ടെന്ന് തോന്നും. ഇനി നമുക്ക് വിക്കറ്റ് കീപ്പർ ചെന്നൈയുടെ കോൺവേ ഉണ്ട്. മുംബൈയുടെ വിക്കറ്റ് കീപ്പർ ആരാ? ആർമിൻസ് അതാരാണെന്ന് തോന്നുന്നു. പുതിയ പയ്യനാണോ? കെ ശ്രീജിത്ത്. റിക്കിൾട്ടന് പോവാം. ദീപക് ചഹാർ ചെന്നൈയുടെ പഴയ കളിക്കാരനാണ് ചഹാർ അപ്പുറം പോയി. ഇനി അടിക്കാനുള്ള സാന്തർ അതും ചെന്നൈയുടെ ആണല്ലോ. സാംകരൻ ബോളിങ് ചെയ്യും ബാറ്റിങ് ചെയ്യും. ഓൾറൗണ്ടറായിട്ട് കിടന്നോട്ടെ. ഇനി ബൗളർമാരെ വേണം. ജയശങ്കർ, ചൗധരി, എന്നിൽസ് എടുക്കാം. 3% പേര് എടുത്തിട്ടുള്ളൂ. ധോണിനെ എടുക്കണം. ധോണി ചിലപ്പോൾ ലാസ്റ്റ് 5 ഓവറിൽ വന്ന് 5 6 അടിച്ചാൽ മതി. കരൺ ശർമ്മ ബോൾ ചെയ്യാറുണ്ട്. നമുക്ക് 2 പേരെ കൂടി സെലക്ട് ചെയ്യണം. ബാറ്റ്സ്മാൻമാർ ആരെങ്കിലും കൊടുക്കാം. ദൂബേനെ വിട്ടുള്ളവർക്ക് പിന്നെ സൂര്യകുമാർ യാദവിനെ എടുക്കാം. നമുക്ക് ക്യാപ്റ്റൻ പ്രിവ്യൂ നോക്കുകയാണെങ്കിൽ വിക്കറ്റ് കീപ്പർ, 3 ബാറ്റ്സ്മാൻമാർ, 2 ഓൾറൗണ്ടർ, 5 ബൗളേഴ്സ്. ബൗളിങ്ങുള്ള കൂടുതൽ ബാറ്റിംഗ് പിച്ചാക്കാം. നമുക്ക് ബോളിംഗ് പിച്ച് ബാറ്റേഴ്സിന് എടുക്കാം കുറച്ച്. അല്ലെങ്കിൽ പതിരാജനെ കളയാം. ഋതുരാജിനെടുക്കാം. വേറെ ബോളർമാർ ബുംറ, ചഹാറിനെ കളയാം. ബുംറനെ കളയാം. വിക്കറ്റ് കീപ്പേയും ബാറ്റ്സ്മാൻ രോഹിത് ശർമ്മ. ബാറ്റിംഗ് കൊള്ളാം, ഏകദേശം കൊള്ളാം. മുംബൈയുടെ ബാറ്റ്സ്മാനെ മാറ്റി ഋതുരാജിനെ മാറ്റി മുംബൈയുടെ ഒരു ഓൾറൗണ്ടറിനെ എടുക്കാം. ബിൽ ജാക്സൺ എടുക്കാം. അതൊക്കെയാണ് ടീം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ക്യാപ്റ്റൻ നമുക്ക് ദീപക് ചഹാറിനെ ക്യാപ്റ്റനാക്കാം. കാരണം 3% അവനെ ക്യാപ്റ്റനാക്കിയിട്ടുള്ളൂ. വൈസ് ക്യാപ്റ്റൻ നമുക്ക് ദൂബേനെ വൈസ് ക്യാപ്റ്റനാക്കാം. പിന്നെ ബാക്കപ്പ് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ബാക്കപ്പ് ഋതുരാജ്, പതിരാന. അപ്പോൾ ആരെങ്കിലും കളിച്ചില്ലെങ്കിൽ ഇവർ ടീമിൽ ഇറങ്ങിക്കോളും. അപ്പോൾ നമ്മൾ ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡ്രീം 11 റിസ്കി ഗെയിമാണ്. അപ്പോൾ ഞാനിപ്പോൾ പ്രാക്ടീസ് മാച്ചാണ് കളിക്കുന്നുള്ളത്. നമുക്ക് ആദ്യം 2-3 കളി കളിച്ചിട്ട് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളുടെ ടീമിനെ കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും ടീമിൽ മാറ്റണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇതാണ് മൈ ടീം ഇതാണ്.